സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കും. വൈകിട്ട് 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഫലം പ്രഖ്യാപിക്കുക. പുതിയ മന്ത്രിസഭ ചുമതലയേൽക്കാത്തതിനാൽ വകുപ്പ് മന്ത്രി പരീക്ഷാഫലം പ്രഖ്യാപിക്കില്ല എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. ഇന്ന് 2026 മെയ് 15 വെള്ളി 3 മണിക്ക് നമ്മുടെ ഈ വർഷത്തെ SSLC റിസൾട്ട് പ്രഖ്യാപിക്കുകയാണ്. പ്രഖ്യാപിക്കുന്ന മന്ത്രിയാവട്ടെ അല്ലാത്തവരാവട്ടെ അതൊന്നും ഇവിടെ ചർച്ചയില്ല. റിസൾട്ടാണ് പ്രാധാന്യം. നമ്മുടെ മക്കളുടെ ഭാവി നിർണ്ണയിക്കുന്ന റിസൾട്ട്. 1 മുതൽ 10 വർഷം, ആ 10 വർഷത്തെ അവരുടെ കരിയറിൻ്റെ റിസൾട്ട് എന്നോണമാണ് SSLCയെ എല്ലാവരും പരിഗണിക്കാറുള്ളത്, കണക്കാക്കപ്പെടാറുള്ളത്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അതാണ് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത്. റിസൾട്ട് 3 മണിക്ക് വരും. അട്ട വെയിറ്റിങ്ങിലാണ് കുട്ടികൾ. പൊതുവെ ഈ വർഷത്തെ പരീക്ഷയെക്കുറിച്ച് കുട്ടികളോട് ചോദിച്ചപ്പോൾ ചില വിഷയങ്ങളെക്കുറിച്ചുള്ള ആശങ്ക അവർക്കുണ്ട്. അവർക്ക് സിലബസ് മാറിയതിലുള്ള ഒരു പ്രശ്നം അവർക്കുണ്ട്. പല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ പോലും ചില കുട്ടികൾ ഭയങ്കര കോൺഫിഡൻസിലാണ്. 10ാം ക്ലാസ്സിലേക്ക് നമ്മുടെ മക്കൾ പാസ്സാകുമ്പോൾ തന്നെ നമ്മൾ അവരെ ട്യൂഷനിലേക്ക് പറഞ്ഞയക്കുന്നു, അവരെ മറ്റുള്ള സ്പെഷ്യൽ കോച്ചിങ്ങിലേക്ക് നമ്മൾ പറഞ്ഞയക്കുന്നു. അവർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കുന്നു. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവസാനം ഒരുപാട് പരീക്ഷ എഴുതി SSLC പരീക്ഷയുടെ മെയിൻ എക്സാം എഴുതി നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് ആദ്യമായി ആശംസിക്കുകയാണ്. ഈ വർഷം SSLC എഴുതിയ എല്ലാ മക്കൾക്കും വിജയാശംസകൾ നേരുകയാണ്. SSLC ഒരിക്കലും നമ്മുടെ ഭാവിയൊന്നും നിർണ്ണയിക്കുന്നില്ല. മെയിൻ പരീക്ഷയാണ്. ഒരുപാട് ക്വാളിഫിക്കേഷൻ ലഭിക്കാനൊക്കെ ചാൻസ് ഉള്ള ഒരു പരീക്ഷ തന്നെയാണ്. നമുക്ക് ഒരുപാട് അവസരങ്ങളൊക്കെ ഉണ്ടാക്കി തരും. നല്ല റിസൾട്ട് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അവസരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തരും. അതൊക്കെ ശരി തന്നെ. പക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ ഭാഗവും കംപ്ലീറ്റ് ആയി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു വളരെ ചെറിയൊരു ഭാഗമാണ്. അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കൊന്നും വേണ്ട. വളരെ കൂളായി റിസൾട്ട് നോക്കുക, കൂളായിരിക്കുക. ഇപ്പോൾ തന്നെ ചില കുട്ടികൾക്ക് ഭയങ്കര ടെൻഷനാണ്. 3 മണി ആകുമ്പോൾ ഭയങ്കര ഒരു ടെൻഷനിലും കാര്യങ്ങളായിട്ട് നീങ്ങുന്ന. എന്തിനു ടെൻഷൻ അടിക്കണം? നമുക്ക് കിട്ടിയതിൽ നമ്മൾ തൃപ്തിപ്പെടുക. ഒരു കാര്യം കൂടെ പറയട്ടെ, SSLC ഫലം വരുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ചില കുട്ടികൾക്ക് ഫുൾ A+ കിട്ടും, ചില കുട്ടികൾക്ക് 9 A+ കിട്ടും, ചില കുട്ടികൾക്ക് A+ ഒന്നും കിട്ടൂല, ചിലർക്ക് ഒരു ആവറേജ് 5 A+, 6 A+ ഒക്കെ വരും. എത്ര കിട്ടിയാലും നമ്മൾ കുട്ടികളെ അഭിനന്ദിക്കുക. അതെന്താ എനിക്ക് 6 A+, ഒരു 8 A+ എന്ന് പറഞ്ഞ് മറ്റുള്ള കുട്ടികളുമായിട്ടൊരു കമ്പാരിസൺ, ഒരു താരതമ്യം ഒരിക്കലും രക്ഷിതാക്കളായി നമ്മൾ നടത്താൻ പാടില്ല. അത് കുട്ടികളെ മാനസികമായി തളർത്തും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഉള്ളതിൽ തൃപ്തിപ്പെടുക. എത്ര മാർക്ക് കിട്ടിയാലും അത് കിട്ടിയല്ലോ, അതും ഇല്ലാത്തവൻ ഇല്ലേ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ വേണം അവരെ സമാധാനിപ്പിക്കാൻ. 8 A+ കിട്ടിയ ഒരു കുട്ടി ചിന്തിക്കുന്നത് എനിക്ക് 2 A+ പാടെ കിട്ടിയിരുന്നെങ്കിൽ ഫുൾ A+ ആയിരുന്നു എന്നല്ല ചിന്തിക്കേണ്ടത്. എനിക്ക് 8 A+ കിട്ടിയില്ലേ, ഈ 8 A+ കിട്ടാത്ത കുട്ടികൾ ഇല്ലേ എന്ന് കുട്ടികൾ ചിന്തിക്കണം. രക്ഷിതാക്കളായ നമ്മൾ ചിന്തിക്കേണ്ടത് 8 A+ കിട്ടിയല്ലോ, അതിനവനെ അഭിനന്ദിച്ച് അവന് ഭാവികളിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും അതിനെക്കുറിച്ച് രക്ഷിതാക്കൾ ബോധവാന്മാരാകണം. അല്ലാതെ അവന് ഇത്ര കിട്ടി അവൾക്ക് ഇത്ര കിട്ടി എന്ന് പറഞ്ഞ് മക്കളെ നമ്മൾ ഒരിക്കലും താരതമ്യം അവരെ ടെൻഷൻ അടുപ്പിക്കാൻ പാടില്ല. അതാണ് ഒരു കാര്യം പറയാനുള്ളത്. പിന്നെ SSLC കഴിഞ്ഞ് ഒരുപാട് അവസരങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഒരു ഫുൾ A+ കിട്ടിയ സാധാരണ നമ്മുടെ ഒരു സമൂഹത്തിൽ നടന്നു വരുന്ന കാര്യം എന്താണെന്നറിയോ? SSLCയിൽ ഫുൾ A+ കിട്ടിയ ആൾ നേരെ പോയി സയൻസ് എടുക്കും. സാധാരണ നടന്നു വരുന്നൊരു സംഗതി ഞാൻ പറയട്ടെ. SSLC ഫുൾ A+ കിട്ടിയൊരു കുട്ടി നേരെ സയൻസ് എടുക്കും. അവന് പിന്നെ മറ്റുള്ളതൊന്നും ആലോചിക്കൂല. രക്ഷിതാക്കൾ അങ്ങനെ പറയും. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, SSLC ഫുൾ A+ കിട്ടി എന്ന് കരുതിയിട്ട് ആ കുട്ടി സയൻസ് പഠിക്കാനുള്ളൊരു സ്കില്ലുണ്ടോ എന്ന് കൂടി നമ്മൾ ചെക്ക് ചെയ്യണം. എന്താ സയൻസിലോട്ട് പഠിപ്പിക്കുന്നത്? മെഡിക്കൽ ഫീൽഡ്, എഞ്ചിനീയറിംഗ് ഫീൽഡൊക്കെ പോകാൻ പറ്റുന്ന കുട്ടികൾക്കേ സയൻസ് കൊണ്ട് ഉപകാരമുള്ളൂ. ഒരു കുട്ടി രക്തം കണ്ടാൽ തല കറങ്ങുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ആ കുട്ടിക്ക് സയൻസ് പഠിച്ചുകൊണ്ട് പ്രത്യേകിച്ചൊരു കാര്യം, മെഡിക്കൽ ഫീൽഡിലേക്കുള്ള കാര്യം ഞാൻ ഉദ്ദേശിച്ചു കേട്ടോ. ഇനി ടീച്ചറാവാന്നുള്ള ഫീൽഡും അത് വേറെ വിഷയം. പക്ഷേ അധികം ആളുകളും സയൻസ് എടുത്ത് പിന്നെ മെഡിക്കൽ ഫീൽഡിലേക്കാണ് പോകാറുള്ളത്. ആ കുട്ടിക്ക് മെഡിക്കൽ ഫീൽഡ് ഒരു ആപ്റ്റ് അല്ല എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ്. അപ്പോൾ ആ കുട്ടി വേറെ ഒന്നും ചിന്തിക്കുക. ഫുൾ A+ കിട്ടിയ എല്ലാ കുട്ടികളും സയൻസ് പഠിക്കണം അങ്ങനെ റൂളൊന്നുമില്ല. അവർക്ക് ഹ്യൂമാനിറ്റീസ് എടുക്കാം, അവർക്ക് കൊമേഴ്സ് എടുക്കാം, അവർക്ക് മറ്റുള്ള സ്കോപ്പുകൾ എടുക്കാം. അതൊക്കെ അവർക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മളെ കുട്ടി ഒരു SSLC ഫുൾ A+ ചെയ്യുന്നത് ആ കുട്ടി പ്രഷർ ചെയ്ത് ഇനി സയൻസ് എടുക്കണം, പിന്നെ നീറ്റ് എഴുതണം, പിന്നെ എൻട്രൻസ് എഴുതണം, പിന്നെ മെഡിക്കലിന് പോകണം. ഒരിക്കലും അവരുടെ പാഷൻ, അതാണ് ആ വിഷയത്തിലേക്കാണ് വരുന്നത്. നമ്മുടെ കുട്ടികൾക്ക് ഒരു പാഷൻ ഉണ്ടാവും, ഒരു താല്പര്യമുണ്ടാവും, ഒരു കഴിവുണ്ടാവും. ആ പാഷൻ അനുസരിച്ച് വേണം അവർ വിടാൻ.
അത് നമ്മൾ ചെറുപ്പത്തിൽ നോട്ട് ചെയ്ത് വെക്കണം. ഏകദേശം ഒരു 8ാം ക്ലാസ് 7ാം ക്ലാസ് 9ാം ക്ലാസ് എത്തുമ്പോൾ നമ്മുടെ കുട്ടികളുടെ വാസനയും ആ കുട്ടികളുടെ പാഷനും നമ്മൾ മനസ്സിലാക്കിയെടുക്കണം എന്നുള്ളതാണ്. ആ പാഷൻ അനുസരിച്ച് വേണം അവരെ ആ ഒരു റൂട്ടിലേക്ക് പറഞ്ഞേക്കാൻ. ആ പാഷൻ അനുസരിച്ച് വേണം അവരെ വളർത്തിയെടുക്കാൻ. ഒരു കുട്ടിയുടെ ഉപ്പ ഡോക്ടറാണെന്ന് വിചാരിച്ച് ആ കുട്ടിയും ഡോക്ടർ ആവണം എന്നില്ല, ആയിക്കൂടാ എന്നല്ല, ആവണം എന്നും ഇല്ല, ആയിക്കൂടാ എന്നുമില്ല ഞാൻ പറയാൻ കാരണം അവൻ നിർബന്ധിക്കാൻ പാടില്ല. അതുകൊണ്ട് ആ ഒരു ഡോക്ടറുടെ ഒരു മോന് ഈ ഡോക്ടർ തന്നെ ആവണം ചെയ്തിട്ട് അവനെ ഫോഴ്സ് ചെയ്തിട്ട് അവന് പരാജയമാണ് സംഭവിക്കുക. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മക്കളുടെ പാഷൻ മനസ്സിലാക്കിയിട്ട് അവർക്ക് ഏത് ജോലിയാണെങ്കിലും അതിൻ്റേതായ ബെനിഫിറ്റ് ഉണ്ട്, അതിൻ്റേതായ അന്തസ്സുണ്ട്. അപ്പോൾ ആ ഒരു പാഷൻ അനുസരിച്ച് ചില കുട്ടികൾക്ക് ഇലക്ട്രീഷ്യനായിരിക്കും, അവരതിന് വിടണം. ചില കുട്ടികൾക്ക് വാഹനം നന്നാക്കുക, അങ്ങനത്തെ ഒരു ITI പോലത്തെ അങ്ങനത്തെ കോഴ്സിലേക്ക് അവരെ പറഞ്ഞേക്കണം. എന്താണോ പാഷൻ അതിലേക്ക് അവരെ വളർത്തിയെടുക്കണം. ചിലർക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കാര്യങ്ങളുണ്ടെങ്കിൽ ടീച്ചിങ് ഫീൽഡ് അങ്ങനത്തെ ഫീൽഡിലേക്ക് അവരുണ്ടാവും. ചില കുട്ടികൾക്ക് നല്ല ഹൈ ബുദ്ധി ഉണ്ടാവും, അവർക്ക് മെഡിക്കലുമായിട്ട് നല്ല ബന്ധം, അങ്ങനെയൊക്കെയുള്ള മെഡിക്കലാകാനും ഡോക്ടറാവാനും എഞ്ചിനീയർ അങ്ങനെ പറഞ്ഞേക്കണം. ഓരോരുത്തർക്കും ഓരോ സ്കില്ല് അതിലേക്ക് നമ്മൾ വിടണം എന്നുള്ളതാണ്. ഇന്ന് ഭൗതിക സമന്വയ വിദ്യാഭ്യാസം നമുക്ക് എല്ലായിടത്തും സാധ്യമാണ്. ഒരുപാട് സ്ഥാപനങ്ങളും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം നമ്മുടെ ഇന്നത്തെ അന്തരീക്ഷത്തിൽ നമ്മുടെ മക്കളെ ഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തിലേക്ക് നമ്മൾ പ്രേരിപ്പിക്കണം. 2 വിദ്യാഭ്യാസം കൊടുക്കുന്ന എത്രയോ സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. അതിലേക്ക് നമ്മളെ മക്കളെ അടുപ്പിക്കണം. 2 വിദ്യാഭ്യാസവും നേടുന്ന ഒരു തരത്തിലേക്ക് നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. കാരണം ഇന്നത്തെ കാലത്ത് ധാർമ്മികമായ വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് നമ്മുടെ മക്കളെ വല്ലാതെ ബാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള അവസരവും ഇന്നുണ്ട്. അവസാനമായി പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ, PSC പോലെയുള്ള ഗവൺമെൻറ് ഉദ്യോഗത്തിലേക്ക് നമ്മുടെ മക്കളെ നമ്മൾ കൊണ്ടുപോകണം. കാരണം ഗവൺമെൻറ് ഉദ്യോഗസ്ഥം എന്ന് പറയുന്നത് അതൊരു സുരക്ഷിതത്വമാണ്, ജോലി സുരക്ഷിതത്വം, ജോബ് സെക്യൂരിറ്റി എന്നുള്ള വലിയൊരു സംഗതി അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു ജോബ് സെക്യൂരിറ്റി എത്തണമെങ്കിൽ നമ്മുടെ മക്കൾ ഗവൺമെൻറ്റിലേക്ക് വരണം, ഗവൺമെൻറ് ഉദ്യോഗാർത്ഥികൾ ആവണം. അതിനുള്ള അവസരങ്ങൾ ഇന്ന് ഒരുപാടുണ്ട്. ഒരുപാട് കോച്ചിങ് സെൻ്ററുകളും ഒക്കെ ഉണ്ട്. മഞ്ചേരിയിൽ ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന SYS എന്ന സംഘടനയുടെ കീഴിൽ ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന വലിയൊരു സംരംഭം അവിടെ നടക്കുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ അവിടെ പഠിച്ച് വളരുന്നുണ്ട്. അവിടെയൊക്കെ നല്ല അവസരങ്ങളാണ്. ആ അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തി നമ്മുടെ മക്കളെ ഗവൺമെൻറ് ഉദ്യോഗത്തിലേക്കും അതുപോലെ സിവിൽ സർവീസിലേക്കും ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് അവസരങ്ങളിലേക്ക് നമ്മുടെ മക്കളെ നമ്മൾ എത്തിക്കേണ്ടതുണ്ട്. കേവലം ചെറിയൊരു തസ്തികയിൽ ഒതുങ്ങാതെ വലിയ വലിയ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ ഒരുങ്ങണം. കാരണം SSLC റിസൾട്ടാണ് വരുന്നത് ഇന്ന് 3 മണിക്ക്. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ ചിന്തിച്ചു തുടങ്ങുക, നമ്മളെ മക്കളെ പാഷൻ എന്താണ്, നമ്മളെ മക്കളെ ഭാവി എങ്ങോട്ടാണ് തിരിക്കേണ്ടത്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം മക്കളുടെ ഭാവി നമ്മൾ തീരുമാനിക്കാൻ. SSLC റിസൾട്ട് ഒരു ടേണിംഗ് പോയിന്റ് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ സംഭവം അല്ലെങ്കിൽ ഒരു ടേണിംഗ് പോയിന്റ് തന്നെയാണ്. ആ ടേണിംഗ് പോയിന്റിലൂടെ സഞ്ചരിച്ച് നമ്മുടെ മക്കളുടെ ഭാവി നല്ലൊരു ഭാവിയാവട്ടെ. എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ല ഒരു റിസൾട്ട് ഉണ്ടാവട്ടെ ആശംസിക്കുന്നു. നാഥൻ തുണക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.